സിനിമാ നടികളെ കാണുമ്പോൾ നമുക്ക് അതേപോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അവരുടെ ചർമ്മം കാണുമ്പോൾ നമുക്ക് അസൂയത്തോടെ നമ്മൾ നോക്കാറുണ്ട്. ഞാനും അങ്ങനെ ഒരു അസൂയയുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് യൂട്യൂബ് ചാനലിലൂടെ ഇതുപോലെ നമ്മുടെ പ്രിയങ്ക ചോപ്രയുടെ സ്കിൻ കെയർ, ഹെയർ കെയറിങ്, പിന്നെ ലിപ് കെയറിനെ കുറിച്ച് കാണാൻ ഇടയായത്. അങ്ങനെ എന്തായാലും ഞാനും ഒന്ന് ചെയ്തു നോക്കാം. ഞാൻ സിനിമാ നടി ഒന്നും അല്ലെങ്കിൽ തന്നെയും ഇതൊന്നും എന്തായാലും ഞാനും ഒന്ന് ചെയ്തു നോക്കാം എന്ന് കരുതി ഞാൻ ചെയ്ത്. പക്ഷേ എനിക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തി കേട്ടോ. ഇത് നാച്ചുറലായിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതിക്കൊണ്ടാണ് ഞാനും ചെയ്തത്. ഒരു സൈഡ് എഫക്റ്റോ ഒന്നും തന്നെ എനിക്കുണ്ടായില്ല. നല്ലതുപോലെ എൻ്റെ സ്കിന്നിനകത്ത് ചേഞ്ച് ഉണ്ടാകുകയാണ് ചെയ്തത്. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം കേട്ടോ. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അതിൻ്റെ മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കനും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷനിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് തന്നെയാണ് പ്രിയങ്ക ചോപ്ര ചെയ്ത ഒരു കാര്യം എനിക്കും ചെയ്യണം, എൻ്റെ മറ്റുള്ള ആൾക്കാരിലേക്കും എത്തിക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായത്. ഞാൻ അങ്ങനെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയങ്ക ചോപ്രയുടെ ഈ ഒരു സ്കിൻ കെയറിനെയും ഹെയർ കെയറിനെയും ലിപ് കെയറിനെയും കുറിച്ച് എനിക്ക് കാണാനിടയായി. അങ്ങനെ ഞാനത് ചെയ്തു നോക്കി. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും അത്ഭുത റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. കാരണം അത്രമാത്രം എൻ്റെ സ്കിന്നിനാണെങ്കിലും ലിപ്പിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒക്കെ നല്ലതുപോലെ ചേഞ്ച് ഉണ്ടായി. ഞാൻ അതിനൊരു കുറേ അധികം ചെയ്തു നോക്കി. ഇപ്പം ഞാൻ 3 ടൈമോളം ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ കാര്യം എത്തിക്കുന്നത്. നാച്ചുറലായിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സ്കിന്നിനകത്താണെങ്കിലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല. അതിൽ മാഡം പറയുന്നുണ്ട്, പ്രിയങ്ക ചോപ്ര പറയുന്നുണ്ട്, കൈകളിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് മറ്റുള്ള ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്തപ്പോൾ എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്തപ്പോഴാണ് എൻ്റെ ആ ഒരു മാജിക് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ മേക്കപ്പ് ഇടാതെ തന്നെ നമ്മളെ കാണുവാണെങ്കിൽ അവരുടെ സൗന്ദര്യത്തിന് ഒരു കോട്ടവും ഇല്ല. കാരണം അത്രമാത്രം അവരുടെ ചർമ്മം ചുളിവുകളോ ഒന്നും. അത്ര ഏജിനാണ് പ്രിയങ്ക ചോപ്രയ്ക്ക് ഒരു 30-ന് മുകളിലോട്ട് വയസ്സെങ്ങാണ്ടേ ഉണ്ട്. എന്നാൽ തന്നെ അവരുടെ ചർമ്മത്തിന് ഒരു പ്രശ്നം തന്നെ അവർക്കില്ല. ആ ഏജിലും ഒരു 18 വയസ്സിൻ്റെതായിട്ടുള്ള അവരുടെ ചർമ്മമാണ് അവർക്കുള്ളത്. നല്ല ഹെയറും നല്ല ലിപ്പും ഒക്കെയാണ് അവർക്കുള്ളത്. അത് നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കാവുന്നതാണ്. കാരണം നമ്മൾ ഈ ഒരു കാര്യം ഫോളോ ചെയ്താൽ മാത്രം മതി നമുക്കും പ്രിയങ്ക ചോപ്രയെ പോലുള്ള സൗന്ദര്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അതാണ് ഞാൻ ചെയ്യുന്നതെന്ന് കാണിക്കുന്നത്. കാരണം ഞാൻ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം ഞാൻ ഹെയറിൻ്റെ കാര്യമൊക്കെ ചെയ്തപ്പോൾ എനിക്ക് നല്ല പോലെ ചേഞ്ച് ഉണ്ടായി. കാരണം ഡാൻഡ്രഫ് ഒക്കെ മാറ്റാനായിട്ട് സാധിക്കുകയും കൂടി ചെയ്തു. പിന്നെ കൂടാതെ തന്നെ നമ്മുടെ മുടിക്ക് നല്ലതുപോലെ ഒരു തിക്നെസ് കൂടുന്നതായിട്ടൊക്കെ എനിക്കൊരു ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഞാൻ എന്തായാലും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് കരുതി. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് എന്തൊക്കെ വേണം എന്നൊക്കെ ഉള്ളത് കാണാം. 3 സ്റ്റെപ്പുകളുണ്ട്. ഈ 3 സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യണം കേട്ടോ. നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അതിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, എന്തൊക്കെ വേണം എന്നൊക്കെ ഉള്ളത് കണ്ടു നോക്കാം. ആദ്യത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിപ് കെയറിലേക്ക് പോകാം. ആദ്യമേ തന്നെ ഞാൻ ലിപ് കെയർ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാം. ആദ്യമത്തെ ലിപ് കെയറിന് വേണ്ടിയുള്ള സംഭവങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യമേ നമുക്ക് വേണ്ടത് 1 സ്പൂൺ റോസ് വാട്ടർ വേണം. 1 സ്പൂൺ റോസ് വാട്ടർ, ഏത് കമ്പനിയുടെ റോസ് വാട്ടർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഗ്ലിസറാണ്. ഗ്ലിസർ നമ്മുടെ ചർമ്മത്തെ നല്ലതുപോലെ, അതായത് ചുണ്ടിൻ്റെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആക്കാനും ചുണ്ട് നല്ലതുപോലെ ഗ്ലോ ആക്കാനും ഒക്കെ ആയിട്ട് നൽകുന്നതാണ്. നമുക്ക് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഗ്ലിസറും കൂടി ഇട്ട് കൊടുക്കാം. ഗ്ലിസറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ആക്കണം. നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു സ്ക്രബ് എന്ന നിലയിൽ നമുക്ക് 1 സ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 ടൈമോളം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. 1 സ്പൂൺ ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ 1 സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ആക്കണം. മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിത് ചുണ്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. ആദ്യമേ തന്നെ നമ്മൾ ആ സ്ക്രബ് തയ്യാറാക്കി നിങ്ങൾ കണ്ടല്ലോ, അതാണ് ഞാൻ ചുണ്ടിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. കുറച്ചെടുക്കുക, ചുണ്ടിലൊന്നും തന്നെ പാടില്ല, ചുണ്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നല്ലൊരു ഇതാണ് നമുക്ക് ചുണ്ടിന് കിട്ടുന്നത്. കണ്ടല്ലോ, നിങ്ങൾക്ക് ആ ഇടുമ്പോൾ തന്നെ ആ ഒരു ചേഞ്ച് മനസ്സിലാവാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, ഞാൻ അപ്ലൈ ചെയ്ത് കുറച്ച് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഒന്ന് നമുക്ക് ചുണ്ടി വെക്കാം. അതിനുശേഷം ഞാൻ റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഞാൻ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ഞാൻ അത് മാത്രമേ ഉള്ളൂ ചെയ്തത്.
നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. നിങ്ങളിത് ചെയ്ത് നോക്കണം. നല്ലൊരു മാറ്റം നിങ്ങളുടെ ചുണ്ടിന് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ളത് അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെയുള്ളത് കണ്ടു നോക്കാം. നമ്മുടെ പ്രിയങ്ക ചോപ്ര കാണിച്ച രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള സ്ക്രബാണ്. അതായത് ബോഡി ഫുള്ള് സ്ക്രബ്, അതായത് ഫേസ് തൊട്ട് ബോഡി ഫുള്ളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ക്രബാണ് ഞാൻ കാണിക്കുന്നത്. നമുക്കിപ്പം 2 സ്പൂൺ, ഞാനിവിടെ ഫേസിനകത്ത് മാത്രമുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾക്കിപ്പം ബോഡി ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഒരു 3 സ്പൂണോളം എടുക്കേണ്ടതായിട്ട്, 3-4 സ്പൂണോളം മാക്സിമം എടുക്കേണ്ടതായിട്ട് വരും. ഞാനിപ്പം ഫേസിനകത്ത് മാത്രം ഇടുന്നതുകൊണ്ടാണ് 2 സ്പൂണ് ഇട്ടത്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് പുളിയില്ലാത്ത കട്ട തൈരാണ് വേണ്ടത്. അത് ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഓക്കെ, തൈര് ചേർത്തു. അത് കഴിഞ്ഞ ശേഷം ഒരു 2 സ്പൂണോളം നമുക്ക് ചൂടാക്കാത്ത പാല് ചേർത്ത് കൊടുക്കണം. 2 സ്പൂൺ പാല് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന അടുത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെമണാണ്. പകുതി മുറി ലെമൺ ചേർത്ത് കൊടുക്കണം. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ലെമണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ആക്കണം. മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് വേറൊരു സംഭവം കൂടി അടുത്തതായി ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ ചർമ്മത്തിനെ നല്ലതുപോലെ ഗ്ലോ ആക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്നത്, നമ്മുടെ ചർമ്മത്തിന് നല്ലതുപോലെ നിറം കൂട്ടാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അടുത്തതായി ചേർക്കാൻ പോകുന്നത് നമ്മുടെ കസ്തറിക് പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് 1 സ്പൂണോളം ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നല്ലതുപോലെ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. കണ്ടല്ലോ, നിങ്ങൾക്ക് വെള്ളം കുറവാണ് തോന്നുന്നതെങ്കിൽ, അതായത് നിങ്ങൾക്ക് കട്ടി കൂടുതലായി തോന്നിക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ലൂസ് ആക്കണമെങ്കിൽ നിങ്ങൾ പാല് ചേർത്താൽ മതി. അല്ലാതെ തന്നെ ഇതാണ് നമുക്ക് വേണ്ട ഒരു പരുവെന്ന് പറഞ്ഞാൽ, അതായത് ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ താഴെ പോവാത്ത രീതിയിലായിട്ട് വേണം. പക്ഷെ ചിലർക്കാണെങ്കിൽ ഇത്രയും കട്ടിയോടുകൂടി ഇടുന്നത് തന്നെ പറ്റത്തില്ല. അങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ കുറച്ച് തൈരും കൂടിയോ പാലും കൂടിയോ ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം എടുക്കാവുന്നതാണ്. പക്ഷേ ഇതാണ് യഥാർത്ഥ ഒരു പരുവം. അതിൽ കാണിച്ചതും ഇതേപോലെ തന്നെയാണ്. ഞാനും ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കിയതും ഇതേ രീതിയിൽ തന്നെ ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ഫേസിലും ബോഡിക്ക് ഫുള്ളായിട്ടും ഇടാൻ കഴിയുന്ന സ്ക്രബ് തയ്യാറായിട്ട് ഇരിപ്പുണ്ട്. ഒക്കെ ഞാൻ അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. അതിനകത്ത് പ്രിയങ്ക ചോപ്ര കാണിച്ചത് ഒരു സ്ക്രബ് ആൻഡ് ബോഡി സ്ക്രബ് ആൻഡ് ഫേസ് സ്ക്രബാണ് കാണിച്ചത്. അതാണ് തയ്യാറാക്കി വച്ചിരിക്കുന്നത്. ഞാൻ അതേ രീതിയിൽ, അതിൽ പറഞ്ഞ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ഞാനും തയ്യാറാക്കിയത്. നിങ്ങൾ അതേ രീതിയിൽ തന്നെ തയ്യാറാക്കാനായിട്ട് നോക്കണം. ഞാൻ പറഞ്ഞ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ ചെയ്താലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇത് ഞാനിപ്പം എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കയ്യിലെടുത്തിട്ട് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതായത് നിങ്ങൾക്ക് മറ്റുള്ള ബുദ്ധിമുട്ടോ ഒന്നും തോന്നുന്നില്ല എങ്കിൽ മാത്രമേ നിങ്ങളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ. ഞാൻ അതേ രീതിയിൽ തന്നെയാണ് ചെയ്തത്. കുറച്ചൊന്ന് കയ്യിലിട്ട് നോക്കിയപ്പം ഒരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ ഫേസിലും അത് എഫക്റ്റ് ചെയ്യും എന്നുള്ളത്. ഞാൻ അങ്ങനെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഫേസ് ഫുള്ളായിട്ട് നമ്മൾ ഇട്ടണം. ഫേസ് ഫുള്ളായിട്ട് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം എന്താണ് ചേഞ്ച് എന്നുള്ളതൊക്കെ. ഫേസ് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു നല്ലൊരു ഇതുണ്ട്, തണുപ്പൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു സംഭവം പ്രിയങ്ക ചോപ്ര ചെയ്യുന്നത് അവരുടെ അമ്മ മുത്തശ്ശിമാർ പകർന്നു കൊടുത്ത ഒരു അറിവാണ് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. കാരണം നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിൻ നല്ലതുപോലെ നിലനിർത്താനായിട്ട് സഹായിക്കുകയും കൂടി ചെയ്യും. കാരണം നമ്മൾ എത്ര മേക്കപ്പ് ഇട്ടാൽ തന്നെയും നമ്മുടെ ഫേസിന് പ്രശ്നങ്ങൾ വരാനായിട്ട്, അതായത് നമ്മുടെ ഭാവിയിൽ ചർമ്മമൊക്കെ ഡാമേജ് ആക്കി മാറ്റാനൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ ഇടയാവും. ഇവരൊക്കെ ആണെങ്കിൽ പ്രിയങ്ക ചോപ്രയൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ മേക്കപ്പ് ഇടുന്നവരൊക്കെയാണ്. അവരൊക്കെ ആണെങ്കിലും ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവരുടെ ചർമ്മത്ത് ഒരു ചുളിവുകൾ പോലും ഇല്ലാതെ ഇത്രയും ഏജ് ആയിട്ട് പോലും അവരുടെ ചർമ്മത്തെ നിലനിർത്താനായിട്ട് സഹായിക്കുന്നത് ഇതേ രീതി കൊണ്ടാണ്. നിങ്ങളും ഈ ഒരു കാര്യം ചെയ്യണം. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഞാനിതൊന്ന് ഡ്രൈ ആവുന്നതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. ഡ്രൈ ആയിട്ട് എന്താണ് ഒരു മാറ്റം എന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ലൈവായിട്ട് തന്നെ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഇപ്പം ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ റിമൂവ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, ആ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. നല്ലതുപോലെ റിസൾട്ട് നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലതുപോലെ നിങ്ങളുടെ ചർമ്മം തിളക്കം കൂട്ടാനായിട്ട് സഹായിക്കും. കണ്ടല്ലോ, ഈ ഒരു വശവും തമ്മിൽ നിങ്ങൾ നോക്ക്. എൻ്റെ കഴുത്തിൻ്റെ ഇവിടെയായിട്ട് നോക്കിയാൽ മതി. സ്കിന്നിൻ്റെ ആ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. ഞാൻ ഫേസ് ഫുള്ളായിട്ട് തുടച്ച് മാറ്റുകയാണ്.
കണ്ടല്ലോ, വേറെ ഒന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല ഒരു ഫേസ് നല്ലതുപോലെ തിളക്കം കൂട്ടുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ടല്ലോ. നല്ല ഒരു സംഭവം തന്നെയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് നോക്കണം. നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഒരിക്കലും ഇനി പാർലറിൽ പോയിട്ടോ പുറത്ത് നിന്ന് ഒന്നും മേടിച്ച് ഉപയോഗിക്കത്തില്ല. സെലിബ്രിറ്റികൾ ഇതൊക്കെയാണ് ചെയ്യുന്നത് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു അത്ഭുതം വന്നു. കാരണം അത്രയ്ക്ക് നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്തത്. കാരണം നല്ല റിസൾട്ട് കണ്ടല്ലോ, ഞാൻ മുന്നേ കണ്ടതിനെക്കാട്ടിലും എൻ്റെ ചർമ്മം ഒരു നല്ലതുപോലെ ഗ്ലോ ആയതുകൊണ്ടോ. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് വേണ്ടിയുള്ളതാണ്. അതായത് അതിനകത്ത് പ്രിയങ്ക ചോപ്ര ചെയ്തത് മുടിക്ക് വേണ്ടി ചെയ്ത കാര്യം ഞാൻ ചെയ്തപ്പോൾ എൻ്റെ മുടിയിൽ താഴണം പോവുകയും മുടി നല്ലതുപോലെ സോഫ്റ്റ് ആവുകയും കൂടാതെ തന്നെ മുടി നല്ലോണം കിളിക്കുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം കൂടി നിങ്ങളെ കാണിക്കുന്നത്. അതിന് നമുക്ക് വേണ്ടത് 1 സ്പൂൺ കട്ട പുളിയില്ലാത്ത തൈര് തന്നെ വേണം. ഞാൻ ഒരു സ്പൂണാണ് ഞാൻ എടുത്തത്. കാരണം നമ്മളെ തലയോട്ടിയിൽ തേച്ച് മസാജ് ചെയ്താൽ മതി. അതിനുശേഷം ബാക്കി വരുന്നത് നമുക്ക് മുടിയിലോട്ടും തേച്ചാൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് പിന്നെ ഇതിലേക്ക് വേണ്ടത് എഗ്ഗാണ്. എഗ്ഗ് ഒരു എഗ്ഗ് വേണം. നല്ലതുപോലെ മിക്സ് ആക്കണം. അതിനുശേഷം കണ്ടല്ലോ, ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന അടുത്ത സംഭവം നല്ലോണം ഒരു തൈര് കട്ട പോലും കാണാൻ പാടില്ല. നല്ലതുപോലെ മിക്സ് ആക്കണം. കണ്ടല്ലോ, നല്ലതുപോലെ മിക്സ് ആക്കണം. ഒരു മുട്ട തന്നെ നമുക്ക് വേണം. പിന്നെ ഇതിലേക്ക് ഇനി അടുത്തതായി ചേർക്കുന്നത് ഹണിയാണ്. ഹണി 1 സ്പൂൺ ഹണി വേണം. കാരണം ഹണി നമ്മുടെ മുടിയുടെ മിനുസം കൂട്ടാനും നമ്മുടെ മുടിയിലുണ്ടാവുന്ന മറ്റുള്ള പ്രശ്നങ്ങളെയും ഡാൻഡ്രഫിനെയും മുടിയിലുണ്ടാവുന്ന ഇൻഫെക്ഷനെ, അതായത് തലയോട്ടിയിലുണ്ടാവുന്ന ഇൻഫെക്ഷനെ ഒക്കെ മാറ്റി മുടി നല്ലതുകൂടെ നല്ല രീതിയിൽ വളരാനായിട്ട് സഹായിക്കുന്നതാണ്. നമുക്ക് ഹണിയും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ആക്കണം. മിക്സ് ആക്കിയതിന് ശേഷം ഇതുണ്ടോ, നമ്മൾ നേരത്തെ തൈരിട്ടതെല്ലാം ഇങ്ങനെ കിടപ്പുണ്ട്. നമ്മളത് തലയിലേക്ക് തേച്ച് മസാജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം ഉടഞ്ഞ് മാറുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ മുടിയുടെ കാര്യത്തിന് വേണ്ടിയുള്ളതും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചതാണ് ചെയ്തത്. ഞാനിത് അപ്ലൈ ചെയ്തായിരുന്നു. നിങ്ങൾക്കിപ്പം മാസത്തിൽ 1 പ്രാവശ്യം ചെയ്താൽ മതി. നിങ്ങളിത് ഹെയറിനകത്ത് നമ്മുടെ തലയോട്ടിയിൽ ചേർത്ത് നല്ല രീതിയിൽ തേച്ച് മസാജ് ചെയ്തതിന് ശേഷം മുടിയിലോട്ട് ബാക്കിയുള്ളത് ഇവിടെ തേക്കണം. അതിനുശേഷം ഒരു 20-25 മിനിറ്റോളം നമ്മൾ വെക്കണം. വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കണ്ടീഷനോ ഷാമ്പൂ ആണോ നിങ്ങൾ ഏതാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച് നിങ്ങളുടെ ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. ഇത് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. ഞാൻ കാണിക്കാം. എൻ്റെ ഹെയർ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ടോ. ഞാനിത് ചെയ്തതിന് ശേഷമുള്ളതാണ് ആ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത്. നല്ലതുപോലെ സോഫ്റ്റ് ആക്കും കേട്ടോ. ഇപ്പം കളർ ചെയ്ത ഹെയറിലാണെങ്കിലും സ്ട്രെയിറ്റനിങ് ചെയ്ത ഹെയറിലാണെങ്കിലും സ്മൂത്തനിങ് ചെയ്താണെങ്കിലും ഇത് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും മുടിക്കുണ്ടാവില്ല. മുടി ഇപ്പം കളർ പോകുകയോ അങ്ങനെയുള്ള ഒന്നും വേണ്ട. ഇത് നല്ലതുപോലെ റിസൾട്ട് നൽകും. ഇത് നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. എൻ്റെ ഫേസിനകത്തും ലിപ്പിനകത്തും ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതൊരു ഫേക്ക് അല്ല, നല്ലതുപോലെ ഒരു റിസൾട്ട് കിട്ടുന്ന കാര്യം തന്നെയാണ്. അതായത് പ്രിയങ്ക ചോപ്രയുടെ ഗ്രാൻഡ്മ തൊട്ട് മദർ തൊട്ട് ഇങ്ങോട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ്. എത്ര ജനറേഷൻ ബാക്കിൽ നിന്ന് വരുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ അന്ന് കാലത്ത് പാർലറുകളിൽ നിന്നും കയറി ഇറങ്ങാത്ത അവരുടെ സൗന്ദര്യം ഇതുപോലെ നിലനിർത്തണം എന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായതുകൊണ്ടല്ലേ ഈ കാര്യം അവരുടെ മക്കളിലേക്കും കൊച്ചുമക്കളിലേക്കും എത്തിച്ച് നമ്മളിലേക്കും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് നോക്കുക. നമ്മുടെ ചർമ്മം നല്ലതുപോലെ നിലനിർത്താനും ഗ്ലോ ആക്കാനും ഒക്കെ ആയിട്ട് ഈ കാര്യം കൊണ്ട് സാധിക്കും. പിന്നെ ലിപ്പിൻ്റെ ആണെങ്കിലും ഹെയറിൻ്റെ ആണെങ്കിലും ഒക്കെ നല്ലതുപോലെ റിസൾട്ട് നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യത്തിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കും. ഞാൻ എൻ്റെ മറുപടി പറയുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.